നഗരസഭയും പോലീസും തിരിഞ്ഞു നോക്കാതായതോടെ മുക്കം ടൗണിലെ ട്രാഫിക് പരിഷ്കരണം പൂർണ്ണ പരാജയം. ഇതോടെ ടൗണിൽ അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കും മൂലം വലയുകയാണ് മുക്കം ടൗണിലെത്തുന്നവർ. ട്രാഫിക് സംവിധാനങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ട മുക്കം നഗരസഭയോ പോലീസോ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്നടിക്കുകയാണ്. ടൗണിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നഗരസഭ സൗകര്യമൊരുക്കാത്തതിനാൽ റോഡരികുകളിലാണ് ഭൂരിഭാഗം വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. പൊതുവെ തീരെ വീതിയില്ലാത്ത മുക്കം ഓർഫനേജ് റോഡിലടക്കം കാറടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇത് പലപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്കിനാണ് കാരണമാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം നോക്കുകുത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. വൺ വേ സംവിധാനമടക്കം പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയിരുന്നെങ്കിലും നോക്കാനാളില്ലാതായതോടെ നിയമലംഘനം നിത്യസംഭവമായി. നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇടയ്ക്കിടയ്ക്ക് ചേരുന്നുണ്ടെങ്കിലും തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. നഗരത്തിലെ ചില റോഡുകൾ വൺ വേ ആക്കിയും വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചും ബസ് റൂട്ട് മാറ്റിയുമായിരുന്നു നഗരസഭയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. മുക്കം ഓർഫനേജ് റോഡ്, PC ജംഗ്ഷൻ റോഡ്, അബ്ലാസ് ജംഗ്ഷൻ റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വൺ വേ ആക്കിയിരുന്നു. രാവിലെ 7 മുതൽ രാത്രി 8 മണി വരെ ഈ റോഡുകളിൽ വൺ വേ ഗതാഗതം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ മിക്ക യാത്രക്കാരും ഇത് പരസ്യമായി ലംഘിക്കുകയാണ്. തീരെ വീതിയില്ലാത്തതും കടകൾ നിറഞ്ഞതുമായ ഈ റോഡുകളിൽ വൺ വേ നിയമം ലംഘിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. വൺ വേ പാലിക്കണമെന്ന് സംബന്ധിച്ച് സൂചനാ ബോർഡുകൾ റോഡരികിൽ സ്ഥാപിക്കുകയല്ലാതെ നഗരസഭാധികൃതരോ പോലീസോ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. ഏറെ തിരക്കുള്ള മുക്കംകടവ് പാലത്തിലടക്കം അനധികൃത പാർക്കിംഗ് രൂക്ഷമാണ്. ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന തങ്ങൾ എവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ഗതാഗത പരിഷ്കരണം പരാജയപ്പെടുന്നതിനെതിരെ പ്രതിഷേധമുയരുമ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുക്കും. 2 ദിവസത്തിനകം ആ തീരുമാനം വെറും പ്രഖ്യാപനത്തിലൊതുങ്ങുകയും ചെയ്യും. ഇതാണ് കാലങ്ങളായി നഗരസഭയിൽ സംഭവിക്കുന്നത്. മുക്കം സ്റ്റേഷനിൽ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതാണ് പരിഷ്കരണം പരാജയപ്പെടാൻ പ്രധാന കാരണമെന്ന ആക്ഷേപമുണ്ട്. ടൗൺ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നഗരസഭയിലെ അഗസ്ത്യൻ മുഴിയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.